ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പം നമുക്ക് പ്രേക്ഷകരെല്ലാം ഈ ഒരു സീസൺ 6ന്റെ ഫിനാലയിലേക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരായിരിക്കും വിജയിക്കുമെന്ന്. എന്നാൽ ഒരു കഴിഞ്ഞ ആഴ്ച വരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജിൻഡോ തന്നെയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. കാരണം അത്രയ്ക്കും നല്ലൊരു ലീഡോടുകൂടി അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ. എന്നാൽ ബിഗ് ബോസ് കൂടി മുൻകൈ എടുത്തിട്ട് പല രീതിയിലും ജിൻഡോയുടെ കണ്ടന്റുകൾ കുറച്ചും പ്രേക്ഷകർ ഇടയിൽ നിന്നും ജിൻഡോയെ അകറ്റി നിർത്തിയും ബിഗ് ബോസിന് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ മുൻപോട്ട് കൊണ്ടുവന്നുമൊക്കെ പല കളികളും കളിച്ച് നോക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ജിൻഡോയുടെ വോട്ട് കുറയ്ക്കുക, ജിൻഡോയെ ഈ ഒരു വിന്നറാക്കാതെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, ബിഗ് ബോസിന് താല്പര്യമുള്ള പല കണ്ടസ്റ്റൻസിനെയും ജയിപ്പിക്കുക എന്ന രീതിയിലൊക്കെ ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പ്രേക്ഷകരാരും തന്നെ അതിനൊന്നും വകവെച്ച് കൊടുക്കുകയോ അതിനെ വലിയ കാര്യമായിട്ട് എടുക്കാതെയോ ബിഗ് ബോസിൻ്റെ കള്ളത്തരങ്ങളിലൊന്നും വീഴാതെ മുൻപോട്ട് തന്നെ ശക്തമായി തന്നെ പോകുന്നുണ്ടായിരുന്നു. ജിൻഡോയ്ക്ക് തന്നെയാണ് പ്രേക്ഷക സപ്പോർട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവസാന നിമിഷത്തേക്ക് വന്നു കഴിയുമ്പോൾ ജാസ്മിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ബിഗ് ബോസ് അർജുനെ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുൻപന്തിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവർക്കും കൂടെ കുറച്ച് കണ്ടന്റ് കൊടുത്ത് അർജുന് കൂടുതൽ അവസരങ്ങൾ കൊടുത്ത് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ നല്ലൊരു തരംഗം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നുണ്ടായി. എന്നാൽ ഈ ഒരു സീസൺ 6ന്റെ വിന്നർ പ്രതീക്ഷിക്കാതെ ആളാകുമോ എന്ന രീതിയിൽ വരെ ചിന്തിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അത് വേറൊന്നുമല്ല, ജിൻഡോയ്ക്ക് നല്ല രീതിയിൽ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ പോലും ജാസ്മിന് കുറച്ച് നല്ല സപ്പോർട്ടുകളും കാര്യങ്ങളും വരുന്നുണ്ട്. എന്നാൽ ജാസ്മിനേക്കാൾ കൂടുതൽ അർജുന് സപ്പോർട്ട് വരുന്നുണ്ട്. അർജുനെ ബിഗ് ബോസ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. നല്ല രീതിയിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു അർജുൻ ശ്രീതു കോംബോയുടെ പേരിലൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അല്ലാത്ത PR വർക്കും കാര്യങ്ങളും ഒക്കെ അർജുന് വേറെ പല രീതിയിലും കിട്ടുന്നുണ്ടായിരുന്നു. പ്രേക്ഷകർക്കിടയിലേക്ക് പല രീതിയിലും അർജുൻ്റെ പേരുകൾ ഇട്ടുകൊടുത്ത് ബിഗ് ബോസിൻ്റെ ടീം തന്നെ അതിന് മാക്സിമം മുൻകൈ എടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഈ ഒരു എന്താ പറയുന്നത് ടോപ്പ് 6 ആണ് നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്പം അതിൽ നിന്ന് ശ്രീതുവിനെ കൂടി ഇവരൊരു ബിഗ് വിഷൻ വഴി ഇന്ന് പുറത്താക്കുകയാണ്. അപ്പം ഈ ശ്രീതുവിൻ്റെ വോട്ട് എങ്ങോട്ട് മറിയും, അവിടെയാണ് നമുക്ക് ജിൻഡോയ്ക്ക് പണി കിട്ടാൻ പോകുന്നത്. അവിടെയാണ് ഒരു ട്വിസ്റ്റ് നടക്കാനുള്ള സാധ്യതകളുള്ളത്. വളരെ സാധ്യതകളുണ്ടെന്ന് പറയുമ്പോൾ അത് ചെറുതായിട്ട് നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം അവസാന നിമിഷത്തേക്ക് വന്നു കഴിയുമ്പോൾ വോട്ടുകൾ നല്ല രീതിയിൽ മറിഞ്ഞു കഴിഞ്ഞാൽ അത് വൻ പ്രശ്നമാണ്. കാരണം ഇവിടെ ശ്രീതു എവിക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീതുവിൻ്റെ വോട്ട് അർജുനിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്, ജാസ്മിനിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്, ചിലപ്പോൾ അതിൽ കുറച്ച് പേര് അഭിഷേകിലേക്ക് വരാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പം ഇതിൽ അർജുനും ജാസ്മിനും വന്നു കഴിഞ്ഞാൽ അത് ജിൻഡോയ്ക്ക് പണി കിട്ടും. ജിൻഡോയ്ക്ക് നല്ലൊരു ശതമാനം വോട്ടുകളുള്ള നല്ലൊരു ശതമാനം സപ്പോർട്ട് ഉള്ള പ്രേക്ഷകർ സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ. അപ്പോൾ ചെറിയ രീതിയിലുള്ള സപ്പോർട്ടുകൾ കൊണ്ടൊന്നും ജിൻഡോയെ വെട്ടിച്ച് മുന്നിൽ കയറാൻ മറ്റ് കണ്ടസ്റ്റൻസിന് സാധിക്കത്തില്ല. എന്നാൽ അർജുനും ജാസ്മിനും ഇതുപോലെ തൊട്ടുപുറകിലായിട്ട് നിൽക്കുന്ന രണ്ട് കണ്ടസ്റ്റൻസാണ്. ഇവരിലേക്ക് നല്ലൊരു ശതമാനം ആളുകൾ 2 ദിവസം കൊണ്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വിന്നാകാനുള്ള സാധ്യതകൾ അവിടെ വരും. ഇനി വിന്നായില്ലെങ്കിൽ പോലും ഫിനാലിയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ബിഗ് ബോസിൻ്റെ ഈ ഒരു ആഴ്ചയിലെ പ്രകടനം കണ്ടിട്ട് നമ്മുടെ അർജുനെ മുന്നോട്ട് കയറ്റിക്കൊണ്ടുവരാനും ഇപ്പോൾ ശ്രീതുവിനെ ഒരു മിഡ് വീക്ക് വിഷൻ വഴി പുറത്താക്കുന്നതോടുകൂടി ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം ശ്രീതുവിന് വരുന്ന വോട്ടുകളൊക്കെ എവിടെ നിന്നാണെന്ന്. നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് അധികം വോട്ടുകളൊന്നുമില്ല. എന്നാൽ വരുന്നതൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള അവരുടെ ശ്രീതുവിൻ്റെ ഫാൻസിൻ്റെ കയ്യിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് തമിഴ് സീസണിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന വോട്ടുകളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ശ്രീതുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വോട്ടുകളൊന്നും അർജുനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിലേക്ക് സ്പ്ലിറ്റായി പോകാനുള്ള സാധ്യതകളില്ല. ശ്രീതു പുറത്താകുന്നതോടെ അവരുടെ ആ വോട്ടും കാര്യങ്ങളും അവിടെ തീരും. പിന്നെ നമ്മുടെ കുറച്ച് നല്ല ചെറിയൊരു ശതമാനം മലയാളി പ്രേക്ഷകർ ശ്രീതുവിന് ചെയ്യുന്ന മലയാളി പ്രേക്ഷകരുടെ വോട്ടുകൾ മാത്രമേ സ്പ്ലിറ്റ് ആകത്തുള്ളൂ. ആ സ്പ്ലിറ്റ് ആയതുകൊണ്ട് മാത്രം നമ്മുടെ ഒരു കണ്ടസ്റ്റൻറ്റിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നും എനിക്കൊരു സംശയമുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും. കാരണം എത്രത്തോളം വോട്ട് സ്പ്ലിറ്റ് ആകുമെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കും വ്യക്തമായിട്ട് അറിയത്തില്ലല്ലോ. ജിൻഡോയ്ക്ക് നല്ലൊരു ശതമാനം പ്രേക്ഷക സപ്പോർട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവസാന സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ കണ്ടന്റുകൾ കുറയുന്നതോടുകൂടി നല്ല നല്ല കണ്ടന്റുകൾ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ഫേസ് ആയിരിക്കും പ്രേക്ഷകർ പോലും ഓർത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശതമാനം പ്രേക്ഷകരുടെ വോട്ടുകൾ മറിയാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു ഫിനാലെ എന്ന് പറയുന്നത് നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അൺഒഫീഷ്യൽ പോളുകളോ കമ്മ്യൂണിറ്റി പോളുകളോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അർജുൻ, ജിൻഡോ, ജാസ്മിൻ ഇവർ 3 പേർക്ക് നല്ല രീതിയിലുള്ള വോട്ടുകൾ വന്നുകൊണ്ടായിരിക്കുന്നത്. ചെറിയൊരു ലീഡിൽ ജിൻഡോ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു ശതമാനം വോട്ടുകൾ ഇവർക്ക് ആർക്കെങ്കിലും മറിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിന്നർ തന്നെ മാറിപ്പോയേക്കാം. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾ വരെയും വിന്നറാകാനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ശ്രീതു കൂടി പുറത്തേക്ക് പോകും. എന്തായാലും വോട്ടിംഗ് ലൈനൊക്കെ മാറ്റി കഴിഞ്ഞു. അതുകൊണ്ട് വോട്ടുകളെല്ലാം ഇപ്പോൾ സ്പ്ലിറ്റായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് നോക്കാം. ഇനി 2 ദിവസം, ഇന്നത്തെ ദിവസം കൂടെ കൂട്ടി 3 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഫിനാലേക്ക്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും ടെസ്റ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും. ബിഗ് ബോസ് എന്താണെങ്കിലും മാക്സിമം നോക്കുന്നുണ്ട് ടെസ്റ്റുകൾ വരുത്താനും ഒരു വിജയിയെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വിജയി എത്തിക്കാനും
ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ ഒരിക്കലും ബിഗ് ബോസിൻ്റെ കള്ളത്തരങ്ങളിലും അതുപോലെ തന്നെ അവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെയും വിജയിപ്പിക്കാതെ നിങ്ങൾക്ക് താല്പര്യമുള്ള ജെനുവിനായിട്ട് നിന്ന് ഈ ഒരു സീസണിൽ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിനൊക്കെ വോട്ട് ചെയ്യുക. അത് ആര് തന്നെ ആയാലും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ബിഗ് ബോസ് പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ ജയിപ്പിക്കാതിരിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.